ഇത്രയും കാലം സ്റ്റിച്ച് ചെയ്തിട്ട് ഞാൻ എന്താണ് അതൊന്ന് പഠിച്ചത്, ലേൺ ചെയ്തത് എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. വീഡിയോ ഒരു ജേർണി ഷെയർ ചെയ്യുന്ന പോലെ എന്നുള്ള കണക്കിനെടുത്താൽ മതി. ഈ വീഡിയോയിലത്തെ ഫൂട്ടേജ് ഞാൻ ഒരു ഡ്രസ്സ് കട്ട് ചെയ്യുന്നത്, സ്റ്റിച്ച് ചെയ്യുന്നത്, അയൺ ചെയ്യുന്നതൊക്കെ ആയിരിക്കും ഇതിൻ്റെ ഫൂട്ടേജ്. പക്ഷേ എന്നാലും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്ത് പോവാം കേട്ടോ. ഒരു തുടക്കക്കാരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മേ ബി നിങ്ങൾക്ക് ഏതെങ്കിലും ഒക്കെ രീതിയിൽ ഹെൽപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെയുള്ളവരാണെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. നിങ്ങളുടെ അനുഭവങ്ങളും അഭിപ്രായങ്ങളും സജഷൻസൊക്കെ കമൻറ്റിൽ പറയാം കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് വരാം. ഞാനൊരു 15 വർഷത്തോളമായിട്ട് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ. 15 വർഷമായിട്ട് വളരെ എക്സ്പേർട്ടൈസ് ചെയ്ത് പുറത്തേക്ക് തുന്നി കൊടുക്കുന്നുണ്ട് എന്നല്ല. 15 വർഷമായിട്ട് ഞാനും മെഷീനായിട്ട് നല്ല കണക്ഷനിലാണ് ഉള്ളത്. ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആദ്യം ഒന്നും ചെയ്യാനൊന്നും അറിയില്ലായിരുന്നു. ബേസിക്കായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അമ്മ സ്റ്റിച്ച് ചെയ്യുമായിരുന്നു. അപ്പോൾ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ള കുഞ്ഞു കാര്യങ്ങളൊക്കെ അറിയുമായിരുന്നുള്ളൂ. അപ്പോൾ അതിൽ ഞാൻ എവിടെയെങ്കിലും പോയിട്ട് പഠിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ കൃത്യമായിട്ടൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിട്ടൊന്നുമില്ല. ഒരു ചുരിദാറിൻ്റെ ഞാനിങ്ങനെ സാരികളെടുത്ത് വെട്ടിക്കൊളാക്കിക്കൊണ്ടിരിക്കുന്നത് സഹിക്കാൻ പറ്റാണ്ട് ഒരു ദിവസം അമ്മ പറഞ്ഞു, എന്നാൽ നീ എവിടെയെങ്കിലും ഒന്ന് പോയിട്ട് ചേർന്നിട്ട് ഒന്ന് പഠിക്കുക എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ അടുത്ത് ഒരു സ്ഥലത്തൊരു ചേച്ചി ഇങ്ങനെ ക്ലാസ്സസ് നടത്തുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചിയുടെ അടുത്ത് ചുരിദാറിൻ്റെ മാത്രം ക്ലാസ്സിന് ഞാൻ ചേർന്നു. അന്ന് 2017 എനിക്ക് തോന്നുന്നു 1500 രൂപയായിരുന്നു ചുരിദാറിൻ്റെ മാത്രം. 2-3 പാറ്റേൺ, നോർമൽ സ്ലിറ്റഡ് ടോപ്പ്, എയർ ലൈൻ, അംബ്രേല, പിന്നെ അതിൻ്റെ ചുരി ബോട്ടം, നോർമൽ ബോട്ടം, അങ്ങനെ 3-4 സംഗതികളായിട്ടുള്ള ഒരു സംഗതി. അതിൽ നിന്ന് ഞാൻ നന്നായിട്ട് പഠിച്ചോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. എനിക്കൊരു ബേസിക് ആയിട്ടുള്ള ഐഡിയ കിട്ടി എന്നല്ലാതെ എനിക്ക് കാര്യമായിട്ടൊന്നും അവിടെ നിന്ന് കിട്ടിയില്ല. പക്ഷേ കുഞ്ഞു കുട്ടികളിങ്ങനെ കറക്കുറ പോലെ പടം വരയ്ക്കുന്ന ഒരു അവസ്ഥയിൽ നിന്ന് മാറിയിട്ട് ഒരു വീട്, ഒരു തെങ്ങ്, ഒരു കാക്ക, 2 മാല, ഇങ്ങനെയൊക്കെ വരയ്ക്കാൻ പഠിക്കുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതേപോലത്തെ ഒരു ചെറിയൊരു ഇൻഫർമേഷൻ കിട്ടി. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് ഒരു കാര്യം വളരെ ഇൻ ഡെപ്തിൽ പറഞ്ഞു തന്നാലേ അത് മനസ്സിലാവുള്ളൂ. ചില ആൾക്കാർക്ക് ഇതിങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരതിൽ ഓക്കെ ആയിരിക്കും. പക്ഷെ ഞാൻ അത്ര ഓക്കെ അല്ല. എനിക്കിപ്പോൾ എന്നോട് ഞാൻ ഇതെങ്ങനെ വന്നത്, അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു 1.5 ഇഞ്ച് കൂടെ എടുക്കുന്നത് എന്നൊക്കെ ചോദിച്ചിട്ട് അതങ്ങനെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിൽ തീരെ സെറ്റാവില്ലായിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കിവിടെയും അത്ര സെറ്റായില്ല. ഞാൻ ഏകദേശമൊക്കെ എന്തോ ഒരു ഐഡിയ കിട്ടി ഞാൻ പോകുന്നു. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ ആ സെയിം സിറ്റുവേഷൻ, കറങ്കുറയിൽ നിന്ന് നമ്മളൊരു വീട്, മല, തെങ്ങ് എന്നുള്ള ചെറിയ ഒരു വേഗമായിട്ടുള്ളൊരു ഡ്രോയിങ് ചെയ്യാൻ പഠിച്ചു എന്നുള്ള പോലെ. അങ്ങനെ അതിന് ശേഷമാണ് പിന്നെ എന്ത് കിട്ടുന്നത്, നെറ്റ് ആക്സസ്. അതൊന്നും ഇൻ്റർനെറ്റ് അത്ര ഇതല്ല എന്നല്ല ഞാൻ പറയണേ. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന ഡിവൈസിൽ എനിക്ക് അത്രയ്ക്ക് പറ്റുമായിരുന്നുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അത്രയ്ക്ക് ആക്സസ് ഇല്ലായിരുന്നു. അത്ര ഇൻഫർമേഷൻ എടുക്കാനും പഠിക്കാനും ഉള്ള കാര്യങ്ങളല്ലായിരുന്നു. അപ്പോൾ നമ്മുടെ വീട്ടിൽ വരുത്തുന്ന വനിത മാഗസീനിൽ വരുന്ന ട്യൂട്ടോറിയൽസ് അതൊക്കെ നോക്കിയിട്ട് അപ്പോഴും വലിയ ബോധമൊന്നും ഇല്ലാത്തതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് മനസ്സിലാവുമായിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ഫസ്റ്റ് തന്നെ ഒരു ബിഗിനറാണ്. അപ്പോൾ നിങ്ങളൊരു വലിയ ട്യൂട്ടോറിയൽ എടുത്ത് നോക്കുമ്പോൾ സെയിം ട്യൂട്ടോറിയൽ അവർ വെട്ടി തയ്ച്ച് കാണിച്ചു തരുന്നതാണെങ്കിൽ പോലും നിങ്ങൾക്കത് ഒരു 50% ഒക്കെ മനസ്സിലാവാൻ ചാൻസ് ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയും മൾട്ടിപ്പിൾ ടൈംസ് നമ്മളത് റിപ്പീറ്റ് ചെയ്ത് കാണുമ്പോഴാണ് നമുക്ക് ഓരോ പോയിൻ്റ് എങ്ങനെയാണ് എന്നുള്ളത് മനസ്സിലാവുക. ഈ ഒരു എന്താ പറയുക, ആ ഒരു കർവ് ഉണ്ടല്ലോ, ഒരു ലേണിംഗ് കർവ് ഉണ്ട് അതിന്. അതിൻ്റെ ഇടയ്ക്ക് വെച്ചിട്ട് നമ്മൾ പോട്ട് പുല്ല് എന്നെ കൊണ്ടൊന്നും വയ്യ എന്ന് പറഞ്ഞ് വിട്ട് കഴിഞ്ഞാൽ അതങ്ങനെ വിട്ടു പോവുകയുള്ളൂ കേട്ടോ. നമുക്ക് എപ്പോഴും അത് ശരിയാക്കി, നമുക്കൊരു തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ അത് ശരിയാക്കി എടുക്കാനായിട്ടുള്ള ഒരു മനസ്ഥിതി ഉണ്ടെങ്കിൽ മാത്രം വർക്കൗട്ട് ആവുന്ന ഒരു പരിപാടിയാണിത്. പലതവണ നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന ആരോട് ചോദിച്ചാലും അവർ പറയുമായിരിക്കും, ഈ അഴിച്ച് തുന്നുക എന്ന് പറയണതിൻ്റെ അത്ര പ്രാന്ത് വേറെ ഒന്നുമില്ലായിരുന്നു. പക്ഷേ പഠിക്കുന്ന സമയത്ത് നമ്മളുടെ മെയിൻ പരിപാടി ഇതായിരിക്കും, തുന്നലഴിക്കുക. ആ തുന്നലഴിക്കുന്നതിന് തന്നെ നമ്മളത് ദേഷ്യം വന്നിട്ട് അങ്ങ് വലിച്ച് പൊട്ടിക്കുകയാണെന്നുണ്ടെങ്കിൽ തുണി കീറും. അപ്പോൾ തുണി ഡാമേജ് ആവും. വല്ലവരുടെയും തുണിയാണെങ്കിൽ പിന്നെ പറയാൻ വേണ്ട. അപ്പോൾ ആദ്യം നമ്മൾ അമ്മയുടെ പഴയ നൈറ്റി, പഴയ സാരി, പഴയ കട്ട് വേസ്റ്റ് തുണികൾ തയ്ക്കുന്നിടത്തുനിന്ന് കളക്ട് ചെയ്തിട്ടുള്ള തുണി, അതിലൊക്കെയാണ് നമ്മൾ ആദ്യം തുന്നി പഠിക്കുക. പിന്നെ നമുക്ക് നല്ല തുണിയിൽ വെട്ടാനായിട്ടൊരു കോൺഫിഡൻസ് വരുന്ന സമയത്താണ് നമ്മൾ ഒരു നല്ല പുതിയ ക്ലോത്ത് എടുത്തിട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ ഒരുവിധം നോക്കാം, എന്ത് വന്നാലും നോക്കാം എന്നുള്ള രീതിക്ക് അമ്മയുടെ സാരിയൊക്കെ എടുത്തിട്ട് അങ്ങനെയൊക്കെ ചെയ്യുമായിരുന്നു കേട്ടോ. 2017-18 ആയ സമയത്തേക്ക് ഞാൻ അത്യാവശ്യം നന്നായിട്ട് തന്നെ ചെയ്യുമായിരുന്നു. അപ്പോഴും
ഈ ഒരു ബേസിക് ഐഡിയയും പിന്നെ പല 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 ട്യൂട്ടോറിയൽസ് ആ സമയത്ത് ആദ്യം ഒക്കെ ഞാൻ കണ്ടിരുന്നത് നമ്മുടെ മനോജ് സാറിൻ്റെ ചാനലുണ്ടല്ലോ, ഈ മൂഡ് കാഷ്വൽസ്, ഈ മൂഡ് ഈസി സ്റ്റിച്ചിങ്, പിന്നെ എന്താണ് അപ്പിയറൻസ് സ്റ്റുഡിയോ എന്ന് പറഞ്ഞിട്ടൊരു ചാനലുണ്ട്. ആ ചാനലിൽ വോയിസ് ഇല്ല, അതായത് വോയിസ് ഓവർ ഇല്ല, മ്യൂസിക് മാത്രമേ ഉള്ളൂ. പക്ഷേ നമ്മളിങ്ങനെ സൂക്ഷിച്ച് ഇങ്ങനെ നോക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്കിങ്ങനെ കാര്യങ്ങൾ മനസ്സിലാവും. ഞാനെപ്പോഴും സെർച്ച് ചെയ്യാറുള്ളത് പെർഫെക്റ്റായിട്ട് തയ്ക്കണത് എങ്ങനെ, പെർഫെക്റ്റ് എന്നുള്ളൊരു കീവേഡ് എല്ലാത്തിലും ആഡ് ചെയ്യാറുണ്ട് കേട്ടോ. കാരണം എനിക്ക് സ്റ്റിച്ച് ചെയ്യേണ്ടത് തന്നെ മാക്സിമം എത്ര പെർഫെക്റ്റ് ആക്കാൻ പറ്റുമോ അത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടണം എന്നുള്ള ആഗ്രഹമുള്ളതുകൊണ്ട് ഞാൻ എപ്പോഴും അങ്ങനെയാണ് സെർച്ച് ചെയ്യുക. അപ്പോൾ എനിക്ക് വന്നുകൊണ്ടിരുന്ന ചാനൽ സജഷൻസ് ഇതൊക്കെയായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ സ്മൃതി ടീച്ചറിൻ്റെ ചാനൽ, അതിൽ നിന്ന് കുറേ കാര്യങ്ങൾ നോക്കിയിട്ടുണ്ട്. അതിന് മുന്നേ ക്രാഫ്റ്റ് ലവർ സ്നേഹ എന്ന് പറഞ്ഞൊരു ചാനൽ. അപ്പോൾ അവരുടെ നിന്നൊക്കെ ആ ക്രാഫ്റ്റ് ലവർ സ്നേഹ എന്നുള്ള ചാനലിൽ നിന്നാണ് ഞാൻ അംബർല കട്ട് ചുരിദാർ കട്ട് ചെയ്യാനും സ്റ്റിച്ച് ചെയ്യാനുമായിട്ട് വൃത്തിയായിട്ട് പഠിക്കണത്. മനോജ് സാറിൻ്റെ വീഡിയോ എന്നാണ് ആദ്യമായിട്ടൊരു എന്താണ് ഷർട്ടിൻ്റെ കോളർ കട്ട് ചെയ്യണത് സ്റ്റിച്ച് ചെയ്യണതൊക്കെ കൃത്യമായിട്ട് നോക്കി പഠിക്കണത്. പിന്നെ സ്ലീവ് കട്ടിങ് ശരിയാക്കി, അതായത് സ്ലീവ് കട്ടിങ് ഒരു പ്രഹേളികയായിരുന്നു എന്നുള്ള പോലത്തെ സിറ്റുവേഷനായിരുന്നു. ആദ്യമൊക്കെ നമ്മൾ ഒരു തരത്തിൽ കട്ട് ചെയ്യും, അത് കഴിഞ്ഞ് പിന്നെയും എങ്ങനെ മാക്സിമം ഇമ്പ്രൂവ് ചെയ്യാം എന്നുള്ളത് നോക്കി അവസാനം എനിക്ക് സൂര്യ ഇപ്പം എൻ്റെ ഫ്രണ്ടാണ്, സൂര്യയുടെ ട്യൂട്ടോറിയൽ കിട്ടി. സ്ലീവ് എങ്ങനെ അക്യുറേറ്റായിട്ട് സ്ലീവ് എങ്ങനെ ഏറിയും കുറഞ്ഞും പോവാതെ കട്ട് ചെയ്യുക എന്നുള്ളത്, അതൊരു നല്ല ട്യൂട്ടോറിയലായിരുന്നു കേട്ടോ. അപ്പോൾ അത് കിട്ടി. അങ്ങനെ പിന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ അതിൻ്റെ പെർഫെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റിച്ചിങ്ങിൽ മാത്രമല്ല, മാർക്ക് ചെയ്യണതിൽ, നമ്മൾ യൂസ് ചെയ്യുന്ന ടൂൾസിൽ, അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ അതിനനുസരിച്ചിട്ട് ആ ഒരു 17-18 സമയത്ത് തന്നെ ഞാൻ കുറേ സ്കെയിലും കാര്യങ്ങളൊക്കെ അപ്പോഴേ വാങ്ങിയിട്ടുണ്ട്. കാരണം നമുക്കിങ്ങനെ ഒരു കാര്യം ചെയ്യുമ്പോൾ ഭയങ്കര പ്രൊഫഷണലി ചെയ്യണം എന്നുള്ള വലിയ ആഗ്രഹമാണ്. അപ്പോൾ എൽ സ്കെയിൽ തൊട്ട് ഹിപ്പ് കർവ്, ലെഗ് കർവ്, ആം കർവ്, പാറ്റേൺ മാസ്റ്റർ, എന്താണ് ആം ഹോൾ കർവ്, അങ്ങനെ മേടിക്കാൻ പറ്റാവുന്ന എല്ലാ സ്കെയിൽസും കാര്യങ്ങളും ഞാൻ വാങ്ങിയിരുന്നു. നോർമലി നമുക്ക് ഒരു ടേപ്പും ചോക്കും ഒരു കത്രികയും ഉണ്ടെങ്കിൽ എല്ലാ പരിപാടിയും നടക്കുന്നതാണ് പറയുക. പക്ഷേ നമുക്ക് കുറച്ചുകൂടെ ആക്യുറസി വേണം എന്നുള്ളത് കൊണ്ട് ഞാൻ ഈ എല്ലാ ടൂൾസും മേടിച്ചിരുന്നു. നിങ്ങളോടും ഞാൻ ഈ സ്കെയിൽസൊക്കെ വാങ്ങാൻ തന്നെയാണ് പറയാം കേട്ടോ. കാരണം നമ്മൾ അതിലേക്ക് എത്രത്തോളം ഇൻപുട്ട് ഇടണോ അത്രത്തോളം ഉണ്ടാവും നമ്മുടെ ആ ഒരു വർക്കിൻ്റെ ഫിനിഷിങ്. അങ്ങനെ ആ സംഗതികളൊക്കെ വാങ്ങി പതുക്കെ ഇമ്പ്രൂവ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൊക്കെ ഞാൻ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അന്നൊക്കെ ആ 2018-17 സമയത്തൊക്കെ എനിക്ക് എൻ്റെ ഫ്രണ്ട്സിന് സ്റ്റിച്ച് ചെയ്യാൻ മാത്രമുള്ള ധൈര്യമുള്ളൂ. അപ്പം അവരാണെങ്കിൽ ഒന്നെങ്കിൽ തരുമ്പോൾ തന്നെ ഇങ്ങനെ പറയും, അത് സാരില്ല നമുക്ക് നോക്കാം, നീ ചെയ്യേ നിന്നെക്കൊണ്ട് പറ്റും, നീ ചെയ്യുക, അങ്ങനെ പറഞ്ഞിട്ട് തരും. അപ്പോൾ ആ ഒരു ധൈര്യത്തിൽ അങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നു. പക്ഷെ ഒന്നും അങ്ങനെ ചീത്തയായി പോയിട്ടൊന്നുമില്ല കേട്ടോ. എന്നെ ഏൽപ്പിച്ചിട്ടുള്ളതൊക്കെ ഞാൻ പരമാവധി ഇപ്പോൾ ഒരു സാധനം സ്റ്റിച്ച് ചെയ്യണതിന് മുന്നേ ഞാനൊരു 100 ട്യൂട്ടോറിയൽ കാണും, അത്രയും ഡ്രാഫ്റ്റ് ഉണ്ടാക്കും, അത്രയ്ക്കും കറക്റ്റാണ് എന്നുള്ള എനിക്ക് അത്രയും ഷുവർ ആവുന്ന സമയത്ത് മാത്രമേ ഞാനത് കട്ട് ചെയ്ത് തുന്നുമായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഒരുപാട് വർക്കൊന്നും എടുക്കാറുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഫ്രണ്ട്സിനൊക്കെ തുന്നി കൊടുക്കും. പക്ഷെ ഓരോ പ്രാവശ്യം ഓരോ മിസ്റ്റേക്ക് വരുമ്പോഴും നമുക്ക് അത് അഴിച്ച് കറക്റ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഓരോ ലെസണാണ്, ഓരോ ലെസണ്. ചില സംഗതി പ്രിൻ്റ്, ഈ മിസ്മാച്ചുള്ള പ്രിൻ്റല്ല, ഒന്നിച്ചിട്ട് വെട്ടിക്കഴിഞ്ഞാൽ ഫ്രണ്ട് സൈഡ് നല്ല പോലെയും ബാക്ക് സൈഡ് തല കുത്തനെയും വരുന്ന തുണികളുണ്ട്, ഒരേ ഡയറക്ഷനിൽ വരുന്നത്. അതാകുമ്പോൾ സെപ്പറേറ്റ് ഇട്ട് കട്ട് ചെയ്യണമെന്ന് തുടക്കത്തിൽ പഠിച്ചു. പിന്നെ സ്ലീവിൻ്റെ കുഴിവ് കട്ട് ചെയ്യുന്ന സമയത്ത് 2 സ്ലീവും ഒരുമിച്ച്, ആദ്യം ഞാൻ ഒരിക്കലും 2 സ്ലീവ് ഒരുമിച്ച് വെച്ചിട്ട് കുഴിച്ച് കട്ട് ചെയ്യാറില്ല, എപ്പോഴൊക്കെ മാറിപ്പോയിരുന്നു. അപ്പോൾ ഞാൻ ആ തയ്ക്കാൻ എടുക്കുന്ന സമയത്ത് മാത്രമാണ് കട്ട് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ, കുഴിച്ച് കട്ട് ചെയ്തുകൊണ്ടിരുന്നത്. ഫ്രണ്ട് ഭാഗം കുറേ പ്രാവശ്യം അബദ്ധം പറ്റിയിട്ടുണ്ട്. പിന്നെ ഏതോ ഒരു ചാനലിൽ നിന്ന് ഞാനിങ്ങനെ പഠിച്ചു, 2 നല്ല വശവും ഒരേപോലെ വരണ പോലെ വെച്ചിട്ട് റൈറ്റ് സൈഡിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കുഴിവ് കറക്റ്റായിട്ട്, അപ്പോൾ അത് മാറിപ്പോവില്ല എന്നുള്ളത് അങ്ങനെ പഠിച്ചു. പിന്നെ ഞാൻ എപ്പോഴും സ്ലീവ് കട്ട് ചെയ്യുന്ന സമയത്ത് തന്നെ കുഴിച്ച് കട്ട് ചെയ്യാറുണ്ട് കേട്ടോ. അങ്ങനെ പിന്നെ ക്യാൻവാസ് വെച്ച് ഫിനിഷ് ചെയ്താലാണ് നല്ല നീറ്റായിട്ടിരിക്കുക എന്നുള്ളത്. മാക്സിമം അപ്പോൾ എല്ലാം ക്യാൻവാസ് വെച്ചിട്ട് തന്നെയാണ് ചെയ്യുക. പിന്നെ ഹെമ്മിങ് ചെയ്യേണ്ടത് രീതികൾ, ഹുക്ക് നല്ല രീതിയിൽ ചെയ്ത് കൊടുക്കേണ്ട കാര്യങ്ങൾ, അങ്ങനെ കുറേ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിലും പോവാതെ അല്ലെങ്കിൽ ഇത്ര പൈസ കൊടുത്തൊരു വലിയ കോഴ്സൊന്നും എടുക്കാതെ തന്നെ പഠിക്കാനുള്ള എല്ലാ സ്റ്റഫും യൂട്യൂബിൽ കിടക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ പഠിച്ചെടുക്കാവുന്നുള്ളൂ. ഞാൻ വളരെ ബേസിക് ആയിട്ടുള്ള ഒരു
ക്ലാസ് മാത്രമേ അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കിയെല്ലാം അതൊന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവന്നിട്ടുള്ളത് ഞാൻ യൂട്യൂബിൽ നിന്ന് തന്നെയാണ് എല്ലാം പഠിച്ചെടുത്തിട്ടുള്ളത്. സ്റ്റിൽ യൂട്യൂബ് തന്നെയാണ് റെഫർ ചെയ്യണത്. ഒരു കോഴ്സ് എടുത്ത് അത് മോശമാണെന്നല്ല കേട്ടോ, വളരെ നല്ലതാണ്. നിങ്ങളൊരു കോഴ്സ് എടുക്കാൻ നിങ്ങൾക്ക് പറ്റും. ഓഫ്ലൈനായിട്ടോ ഓൺലൈനായിട്ടോ ഒരു കോഴ്സ് എടുത്ത് ഡീറ്റെയിൽ ആയിട്ട് അതിലേക്ക് ഇരുന്ന് അതിൻ്റെ തിയറി സൈഡും പ്രാക്ടിക്കൽ സൈഡും ഒക്കെ പഠിച്ച് ഒരു സർട്ടിഫിക്കറ്റോട് കൂടി നിങ്ങൾ ഇതിലേക്ക് വരിക വളരെ നല്ല കാര്യമാണ്. അപ്പോൾ അതിനൊന്നും വഴിയില്ല, അതിനൊന്നും ഫണ്ടില്ല എന്ന് വിഷമിക്കുന്ന ആൾക്കാരോടാണ് ഞാൻ പറയണത്. അതിനാവശ്യമൊന്നുമില്ല. ആവശ്യമില്ല മീൻസ് അതില്ലെങ്കിലും നമുക്ക് ഇഷ്ടംപോലെ ട്യൂട്ടോറിയൽസ് പല ഭാഷകളിലായിട്ട്, ഞാൻ മലയാളം വീഡിയോസ് മാത്രമൊന്നുമല്ല കേട്ടോ കാണാറ്. ഞാൻ വോയിസ് ഇല്ലാത്തതും ഇംഗ്ലീഷും ഹിന്ദിയും ചിലവർ അറബിയിൽ ഉറുദുവിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരുടെ പോലും വീഡിയോസ് മ്യൂട്ട് ചെയ്ത് വെച്ചിട്ട് ഏറ്റവും ആക്യുറേറ്റ് ആയിട്ട് ഏതാ കിട്ടുക എന്നുള്ളത് നോക്കിയിട്ട് അങ്ങനെ ഇഷ്ടംപോലെ കാണാറുണ്ട്. നിങ്ങൾക്ക് സമയമുണ്ട്, നിങ്ങൾക്ക് പഠിക്കാനായിട്ട് ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് സീയിങ് പഠിക്കാൻ പറ്റണില്ല എന്നുള്ള ഒരു വിഷയമേ ഇല്ല. നമുക്ക് അതിനുള്ള സമയം ഉണ്ടായാൽ മതി, അല്ലെങ്കിൽ അതിലേക്കുള്ള ഇൻട്രസ്റ്റ് ഉണ്ടായാൽ മതി. പല പല പാറ്റേൺ നമുക്ക് കിട്ടും. നമുക്ക് പ്രാക്ടീസ് ചെയ്ത് നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു പഴയ തുണി എടുത്തിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം അത് റെഡി ആയിട്ട് വരുന്നുണ്ടോ എന്നുള്ളത്. പക്ഷേ ആ സമയത്ത് ഞാനിത് ട്രൈ ചെയ്തിട്ട് തെറ്റിക്കഴിഞ്ഞാൽ എൻ്റെ ആ ടൈം പോയില്ലേ, എൻ്റെ ആ തുണി പോയില്ലേ എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ചിരിക്കുന്ന ആളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കിത് വർക്കാവില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രയൽ ആൻഡ് എറർ എന്നുള്ള രീതിയിലാണല്ലോ. കുറേ തെറ്റ് പറ്റിയിട്ടാണ് നമ്മൾ കുറേ വീണാണ് നടക്കാൻ പഠിച്ചത്. അതേപോലെ കുറേ പണി കിട്ടി തന്നെയാണ് തുന്നാൻ നമുക്ക് പഠിക്കാൻ പറ്റുള്ളൂ. ഈ അഴിച്ച് തുന്നുക എന്നുള്ളത് ഭയങ്കര ഇറിറ്റേഷനായിട്ടുള്ള ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും ഒന്ന് സ്റ്റെപ്പ് ബാക്ക് ചെയ്യുകയായിരിക്കും നല്ലത്. കാരണം നമുക്ക് ഇഷ്ടംപോലെ അഴിക്കേണ്ടി വരും. ഇപ്പോൾ പോലും ഞാൻ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ എന്തോ ബോധത്തിൽ മറിച്ച് തുന്നിയിട്ടൊക്കെ ഇഷ്ടംപോലെ അഴിക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ അഴിക്കുന്ന സമയത്ത് നമുക്ക് നല്ല ക്ഷമ വേണം. കാരണം തുണി ഡാമേജ് ആവാതെ വേണം നമ്മളത് അഴിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. പെട്ടെന്ന് അങ്ങ് വലിച്ച് പറിച്ച് അഴിക്കാൻ പറ്റില്ല. പിന്നെ ഇതിലാവശ്യത്തിന് റിസ്ക് ഉണ്ട്. കുറേ പേരെങ്കിലും പറയണത് കേട്ടിട്ടുള്ളതാണ് സ്റ്റിച്ചിങ് ചാർജ് ഭയങ്കര കൂടുതലാണ്, സ്റ്റിച്ചിങ് ചാർജ് വളരെ കൂടുതലാണ്, തുണിക്ക് ഇത്രയല്ലേ വിലയുള്ളൂ, അല്ലെങ്കിൽ ഒരു റെഡിമെയ്ഡ് ഡ്രസ്സിന് ഇത്രയല്ലേ വിലയുള്ളൂ, സ്റ്റിച്ചിങ് ചാർജ് മാത്രം എന്താ അത്ര കൂടുതലെന്നുള്ള രീതിയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നതും ഒരുപാട് പേര് നേരിട്ടൊക്കെ ആയിട്ട് പറയണത് കേട്ടിട്ടുണ്ട്. ഇതിൽ അതിനുള്ള റിസ്ക് ഉണ്ട് എന്നുള്ളതാണ് അതിനുള്ള ഉത്തരം. നമ്മളിപ്പോൾ ഒരു കസ്റ്റമറിൻ്റെ ഡ്രസ്സ് എടുത്ത് സ്റ്റിച്ച് ചെയ്യാനിരിക്കുമ്പോൾ, സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കസ്റ്റമൈസേഷൻ തന്നെ. അവർ തുണി കൊണ്ട് തരണതാണെങ്കിലും നമ്മൾ ഒരാളുടെ അളവെടുത്ത് അളവിന് കൃത്യമായിട്ട് തുന്നി കൊടുക്കുക, അല്ലെങ്കിൽ അവരുടെ നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ നമ്മുടെ ഫിനിഷിങ് നന്നായിട്ട് വരുത്തുക എന്നുള്ളത് കുറച്ച് പണിയുള്ള കാര്യമാണ്. നമുക്ക് ടെൻഷനാണ്. സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞ് അവരൊന്ന് ഇട്ട് കണ്ട് ഓക്കെ ആണ്, ഞങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് വരെ ടെൻഷനാണ്. കുറച്ച് ടെൻഷൻ പിടിച്ചിരിക്കണം. പിന്നെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമുക്ക് ആ ഒരു ഡേറ്റിന് ഡെലിവറി ചെയ്യാൻ പറ്റിയില്ല, അല്ലെങ്കിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടാണ്. അത് കൃത്യമായിട്ടുള്ള സമയത്ത് അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, ഇതൊക്കെ ഇതിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ എന്തൊരു ആർട്ട് പഠിക്കുകയാണെങ്കിലും ഒരു ജോലിയാണെങ്കിലും എന്തിനാണെങ്കിലും നമ്മൾ കൃത്യമായിട്ട് ഡിസിപ്ലിൻഡ് ആയിട്ട് പോയാൽ മാത്രമേ നമുക്ക് കുറേ ഹാസിൽസ് കുറയ്ക്കാൻ പറ്റുള്ളൂ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കസ്റ്റമർ നമുക്കൊരു ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടി തന്നു. അത് നമ്മൾ ഓർഡർ എടുക്കുന്ന സമയത്ത് ഞാൻ മുന്നത്തെ പഴയ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്, ഓർഡർ എടുക്കുന്ന സമയത്ത് നിങ്ങൾ കൃത്യമായിട്ട് തുണി അവരുടെ മുന്നിൽ നിന്ന് ചെക്ക് ചെയ്യണം. ആ തുണി ഇത്ര തന്നെ ഇല്ലേ എന്നുള്ളത് അവർ ചിലപ്പോൾ റെഡിമെയ്ഡ് എടുത്തിട്ടുള്ള മെറ്റീരിയലാവാം, അല്ലെങ്കിൽ മുറിച്ചെടുത്തിട്ടുള്ളതാവാം, അതൊക്കെ അത്ര തന്നെ ഇല്ലേ എന്നുള്ളത് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും ഡാമേജ് തുണിയിലുണ്ടോ എന്നുള്ളത് പ്രത്യേകം അവിടെ നിന്ന് തന്നെ ചെക്ക് ചെയ്യുക. അതൊക്കെ ഞാൻ പിന്നെ പറയുന്നത് ഓരോരോ പണി കിട്ടിയിട്ടുള്ളത് കൊണ്ടാണ്. എന്തെങ്കിലും ഒരു ചെറിയ കട്ട്സോ കറയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെക്ക് ചെയ്യുക, അപ്പോൾ തന്നെ മുന്നിൽ നിന്ന് ചെക്ക് ചെയ്യുക, അല്ലെങ്കിൽ അവരോടത് പറയാം. അതർവൈസ് നിങ്ങൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്കായിരിക്കും ഇതുപോലൊരു ഡാമേജോ എന്തെങ്കിലും ഒരു കട്ടോ നിങ്ങളുടെ കണ്ണിൽ പെടുക. അപ്പോൾ ആ സമയത്ത് നമ്മളത് അവരുടെ അടുത്ത് അയ്യോ ഇതിലിങ്ങനെ ഒരു കറ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനൊരു കട്ടുണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ അവർക്കും അത് മെൻ്റലി ബുദ്ധിമുട്ട്. നമ്മുടെ വീട്ടിലൊരു ചെറിയൊരു കുട്ടിയും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയേണ്ട, അവർ കംപ്ലീറ്റ്ലി അവർ വിചാരിക്കും ഇത് ഇവരുടെ കയ്യിൽ നിന്ന് എന്തോ പറ്റിയതാണ്, അത് എന്നിട്ട് അവരറിയാത്ത പോലെ ഇതിൽ ഓൾറെഡി ഉണ്ടായിരുന്നു എന്ന് പറയണതാണ് എന്നൊക്കെ വിചാരിക്കാം. ബഹുജനം പലവിധം എന്നാണല്ലോ. അപ്പോൾ അത് പറയുമ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ്. അങ്ങനെ വിചാരിച്ചിട്ടുണ്ടാവുമോ? അപ്പോൾ അതിനുള്ള ഇടയൊന്നും വരുത്തണ്ട. ആദ്യമേ ചെക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ ഒരു തവണ ഞാൻ പഠിച്ചു. അതിനുശേഷം പിന്നെ ഈ ലൈനിങ് എടുക്കുന്ന പരിപാടി ഞാൻ മുന്നും പറഞ്ഞിട്ടുണ്ട്. ഈ ലൈനിങ് എടുക്കുന്ന പരിപാടി
അധികം കസ്റ്റമേഴ്സ് ലൈനിങ് തുണി കൊണ്ടുവരില്ല. എങ്ങോട്ടെങ്കിലും പോകുമ്പോൾ എടുക്കാമോ എന്നാണ് ചോദിക്കുക. അപ്പോൾ ആദ്യമൊക്കെ ഞാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി എടുക്കുമായിരുന്നു. അപ്പോൾ ഈ ലൈനിങ്ങിന് ഒരു മീറ്ററിന് 30 രൂപയാണ് നിൽക്കും. പക്ഷേ ഈ ലൈനിങ് എടുക്കാൻ പോകാൻ എനിക്ക് ചിലപ്പോൾ ഒരു 100 രൂപ ചിലവാകുന്നുണ്ടാവും. ചിലപ്പോൾ എനിക്ക് അന്ന് ആ ലൈനിങ് മാത്രമേ എടുക്കേണ്ടി വരുന്നുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ എൻ്റേതായിട്ടുള്ള വേറെ ആവശ്യം ഉണ്ടാവില്ല. അപ്പോൾ അവിടെ ഞാൻ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു സമയമുണ്ട്, എൻ്റെ എഫേർട്ടുണ്ട്, അത് മുഴുവനും അവിടെ കംപ്ലീറ്റ്ലി വേസ്റ്റായി പോവുക. പിന്നെ ചില സമയത്ത് ചിലപ്പോൾ നമുക്ക് കസ്റ്റമറുടെ അടുത്ത് നിന്ന് 5-10 രൂപ ലൈനിങ് പോകും. 30 രൂപയുടെ ലൈനിങ് ആണെങ്കിൽ നിങ്ങൾ എടുത്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ 40 രൂപ മേടിക്കാമെന്ന് വയ്ക്കുക. അപ്പോൾ ചില കസ്റ്റമേഴ്സ് ചോദിക്കും, 30 രൂപ ഉള്ളൂല്ലോ, പിന്നെന്താ 40 രൂപ വാങ്ങിക്കുന്നത്? അപ്പോൾ നമുക്ക് അത് ഞാൻ എൻ്റെ ട്രാവൽ എക്സ്പെൻസ് ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളതാണ് എന്ന് പറയാനായിട്ട് ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ ഒന്നുകിൽ നിങ്ങൾ വീട്ടിൽ ലൈനിങ് കീപ്പ് ചെയ്യുന്നുണ്ട്, അതായത് നിങ്ങൾ അത്യാവശ്യം നന്നായിട്ട് തുന്നി കൊടുക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ കുറച്ച് ബേസിക് ആയിട്ടുള്ള കളേഴ്സ് ലൈനിങ് കീപ്പ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പോക്ക് വരവ് ഒഴിവാക്കാം. പിന്നെ നിങ്ങളുടെ അടുത്ത് ലൈനിങ് ഉണ്ട്, നിങ്ങൾ ഇത്രയാണ് അതിന് ചാർജ് ഇട്ടിരിക്കുന്നത് എന്ന് പറയുമ്പോൾ കുറച്ച് ആർഗ്യുമെൻറ്റ്സും ഒഴിവാക്കാം. അതല്ലാത്ത സമയത്ത് ചിലപ്പോൾ ഇവരുടെ അടുത്ത് ആർഗ്യൂ ചെയ്യേണ്ടി വരും. ഇപ്പം ഞാൻ അങ്ങനെ എടുത്ത് കൊടുക്കാറില്ല കേട്ടോ. ആദ്യം കൊടുക്കുമായിരുന്നു. പിന്നെ നമ്മൾ ലൈനിങ് നമ്മൾ പോയി എടുക്കുക, ഇതിന് മാച്ചായിട്ടുള്ളൊരു തുണി നിങ്ങൾ എങ്ങോട്ടെങ്കിലും പോകുന്ന സമയത്തൊന്ന് നോക്കൂ എന്നൊക്കെ വളരെ നൈസായിട്ട് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അതൊക്കെ കസ്റ്റമൈസേഷൻ്റെ അണ്ടറിൽ വരുമേ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ തന്നെ ഒരു കസ്റ്റമറിന് പോയിട്ട് തുണിയെടുത്ത് നമ്മൾ തന്നെ തുന്നി കൊടുക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ് കസ്റ്റമൈസേഷനാണ്. നമ്മൾ ആ തുണി എടുക്കാൻ പോകുന്ന സമയത്ത് ഇവരെ വീഡിയോ കോൾ ചെയ്യണം, അല്ലെങ്കിൽ ഫോട്ടോസ് അയച്ചു കൊടുക്കണം, വാട്സപ്പിൽ അയച്ചു കൊടുക്കണം, അവർക്ക് ഇത് ഇഷ്ടമായോ എന്നുള്ളത് ചെക്ക് ചെയ്യണം, ഇത് തന്നെയാണോ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്നുള്ള കഥയൊക്കെ നമ്മൾ മനസ്സിലാക്കണം. എന്നിട്ട് ആ തുണി എടുത്ത് കൊണ്ടുവന്നിട്ട് തുന്നണം. തുന്നിക്കഴിഞ്ഞ് നമ്മളിവരെ വിളിക്കുന്ന സമയത്ത് അവരത് നേരിട്ട് കാണുമ്പോഴായിരിക്കും ഇവർ ചിലപ്പോൾ പറയാം, അയ്യടാ ഇത് ഞാൻ ഉദ്ദേശിച്ചത് ഇതല്ലായിരുന്നു, എൻ്റെ സ്വപ്നത്തിലേക്ക് ഞാൻ ശരി ഇതല്ലായിരുന്നു എന്നൊക്കെ. അപ്പോൾ അവിടെ നമുക്കൊരു ബുദ്ധിമുട്ട്, അവർക്കൊരു ബുദ്ധിമുട്ട്, നല്ല റിസ്ക്കാണ്. അപ്പോൾ കസ്റ്റമൈസേഷൻ എപ്പോഴും നിങ്ങൾ കസ്റ്റമൈസേഷൻ ചാർജ് മേടിച്ച് തന്നെ ചെയ്യണം. ഞാൻ ഇഷ്ടംപോലെ കസ്റ്റമൈസേഷൻ ഒരു ചാർജ് മേടിക്കാതെ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ആലോചിച്ചു, ഓക്കെ വൈ ഷുഡ് ഐ എൻ്റെ സമയം എന്ന് പറഞ്ഞാൽ ഞാൻ ഒറ്റയ്ക്കല്ല പോകുന്നത്. ഞാൻ പോകുമ്പോൾ ഞാൻ എൻ്റെ ഹസ്ബൻഡിനെയും കുട്ടീനെയായിട്ടാണ് പോകുന്നത്. അപ്പോൾ അവരുടെ സമയം, പെട്രോള്, അന്നത്തെ ഒരു ദിവസത്തെ ഇപ്പോൾ നമ്മൾ രാവിലെ പോയി 2-3 തുണിക്കട കയറിയിട്ടൊക്കെ ആയിരിക്കും നമുക്കൊരു കറക്റ്റ് അവർ പറയണ പോലത്തെ ഒരു തുണി കിട്ടുക. അപ്പോൾ ആ ഒരു എന്താ പറയുക, ഒരു ദിവസം നമ്മുടെ പോവും. ആ ഒരു ദിവസം നമ്മൾ ഒന്നിച്ച് പുറത്തേക്ക് ഇറങ്ങിയത് കൊണ്ട് നമ്മുടെ കയ്യിൽ നിന്ന് വേറെയും പൈസ പല വഴിക്ക് ചിലവാകും. അപ്പോൾ അങ്ങനെ കസ്റ്റമൈസേഷൻ നിങ്ങൾ ചെയ്ത് കൊടുക്കുന്നതിന് കസ്റ്റമൈസേഷൻ ആണല്ലേ. ഓക്കെ, കസ്റ്റമൈസേഷൻ ചാർജ് ഉണ്ട് കേട്ടോ. 1000 രൂപയാണ് കസ്റ്റമൈസേഷൻ ചാർജ്. അതിന് പോട്ടെ, 1000 രൂപ കൂടുതലാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു 500 രൂപ, അത് വളരെ റീസണബിൾ ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ ചാർജാണ്. 500 രൂപ കസ്റ്റമൈസേഷൻ ചാർജ് ഉണ്ട്. നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ ഞാൻ വർക്ക് എടുക്കാമെന്ന് പറഞ്ഞിട്ട് മാത്രം വർക്ക് എടുക്കുക, അല്ലെങ്കിൽ എടുക്കണ്ട, അല്ലെങ്കിൽ അവർ തുണി എടുത്ത് കൊണ്ടുവരട്ടെ. നമുക്ക് ഈ പറഞ്ഞ റിസ്ക് ഒന്നുമില്ലല്ലോ. അവർ പോയിട്ട് ഇഷ്ടമുള്ള തുണി എടുത്തിട്ട് അതിനുള്ള ലൈനിങ് ഒക്കെ എടുത്തിട്ട് നിങ്ങൾക്ക് കൊണ്ടുതരട്ടെ. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്യേണ്ട ആ ഒരു പണിയും അതിൻ്റെ ഫിറ്റിങ്ങിലുള്ള റിസ്ക്കേ ഉള്ളൂ. അല്ലാത്ത പക്ഷം അതിൻ്റെ റിസ്ക് ഫാക്ടർ എവിടെ നിൽക്കും? ഓക്കെ, അതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ കസ്റ്റമൈസേഷൻ ചെയ്യുന്നവരാണെങ്കിൽ കസ്റ്റമൈസേഷൻ ചെയ്തോളൂ, ഒരു പ്രശ്നവുമില്ല. പക്ഷേ അതിനനുസരിച്ചിട്ടുള്ള ചാർജ് മേടിക്കാം. പിന്നെ ചില കസ്റ്റമേഴ്സ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ കൂട്ടത്തിൽ തന്നെ നമുക്ക് അതും എന്തെങ്കിലും ആഡ് ഓൺ ആയിട്ടുള്ള എംബ്രോയിഡറിയോ ലേസ് വർക്കോ പോട്ട്ലി ബട്ടൺ അല്ലെങ്കിൽ ഇത്യാദി കാര്യങ്ങളൊക്കെ വേണം എന്നുള്ളത് പറയും. അപ്പോൾ ഇങ്ങനെ ഒക്കെ പറയുമ്പോൾ ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ബേസിക് പറഞ്ഞിട്ട് ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ എത്രയാണ്? ചുരിദാർ സ്റ്റിച്ച് ചെയ്യാൻ 550 രൂപ. അപ്പോൾ നമ്മൾ ഈ പറയുന്ന 550 എന്ന് പറയുന്നത് ഒരു ബേസിക് ആയിട്ടുള്ള ചാർജ് ആയിരിക്കും. അപ്പോൾ അതിനകത്ത് പിന്നെ സിബ് വരും, പോട്ട്ലി ബട്ടൺ വരുന്നു, ലേസ് അറ്റാച്ചിങ് വരുന്നു, അങ്ങനെ പലതും വരുന്നു. അപ്പോൾ നമ്മളത് മുന്നേ പറയണം, ഓക്കെ ഇത് ബേസിക് ചാർജാണ്, ബേസിക് ചാർജ് ഇത്ര, അതിലെന്തെങ്കിലും ആഡ് ഓൺ വരുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് ആഡ് ചെയ്യും എന്നുള്ളത് എപ്പോൾ ക്ലിയർ ചെയ്യണം? തുടക്കത്തിലേ ക്ലിയർ ചെയ്യണം. പിന്നെ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ഇനിയിപ്പോൾ അവരെ വിളിക്കണ്ടേ, ഇങ്ങനെ ചെയ്യാം, ഇങ്ങനെ ആയിരിക്കും, ഇങ്ങനെ ഇത് കുഴപ്പമുണ്ടാവില്ലായിരിക്കും എന്നൊന്നും നിങ്ങൾ എന്താ പറയുക ഗണിച്ച് കവടി നിർത്തി ഊഹിച്ച് ചെയ്യാനൊന്നും നിൽക്കണ്ട. നിങ്ങളുടെ കയ്യിൽ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു 2 മിനിറ്റ് കോളിൻ്റെ ഒരു സമയം പോലും വിളിക്കുക, ഞാനാണ്, എനിക്ക് ഇന്ന ഒരു ഡൗട്ടുണ്ട്, നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് ചോദിക്കുക. അപ്പം നമുക്ക് കൺഫ്യൂഷനില്ല, നമുക്കത് സ്റ്റിച്ച് ചെയ്യുമ്പോഴും ടെൻഷനില്ല. അല്ലാന്നുണ്ടെങ്കിൽ എന്ത് വേണം, നമ്മൾ നമ്മുടെ ഒരു ഐഡിയയിലാണ്, അവർക്കിത് ഓക്കെ ആവുമായിരിക്കും. ഈ ഒരു കോൾ ചെയ്യാനുള്ളൊരു മടിക്ക് നമ്മൾ നമ്മുടെ ഒരു ഐഡിയയിൽ ഇങ്ങനെ വിളിക്കുക ചെയ്യുകയാണ്, ഇത് മതിയായിരിക്കും, ഇത് പ്രോബ്ലം ഇല്ലായിരിക്കും. അപ്പോൾ നമുക്ക് ഈ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ടെൻഷനാണ്, കട്ട് ചെയ്യുമ്പോൾ ടെൻഷനാണ്, അത് അവരുടെ കയ്യിൽ കിട്ടി അവരുടെ വായിൽ നിന്ന്
ഓക്കെ ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കേൾക്കുന്ന വരെ ടെൻഷനാണ്. അപ്പം എന്തിനത്ര ടെൻഷൻ എടുക്കേണ്ട കാര്യം? അത്ര ടെൻഷൻ എടുക്കേണ്ട കാര്യമില്ല. നമ്മൾ ആദ്യം വിളിച്ച് കൺഫേം ചെയ്യുക, ഇതൊക്കെയാണോ, ഈ ഡിസൈൻ ഓക്കെയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സ്ലീവിൻ്റെ ലെങ്ത് നിങ്ങൾ പറഞ്ഞിരുന്നത് ഇത്ര തന്നെയാണോ, നിങ്ങൾക്ക് എക്സ്ട്രാ പ്ലീറ്റ്സ് വേണോ, അങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡൗട്ട് ക്ലിയർ ചെയ്യാനുള്ളത് ആദ്യമേ ക്ലിയർ ചെയ്യാം. പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫിനിഷിങ് ചെയ്യുന്ന കാര്യത്തിൽ ഒരിക്കലും ഒരു കോംപ്രമൈസ് വരുത്തരുത്. പ്രത്യേകിച്ച് അയണിങ് ചെയ്യുന്ന കാര്യത്തിൽ ചിലർ എനിക്കറിയാം അയണൊന്നും ചെയ്യാതെയാണ് കൊടുക്കുക. തയ്ക്കുന്ന സമയത്ത് അയൺ ചെയ്തില്ലെങ്കിലും തയ്ച്ച് കഴിഞ്ഞിട്ട് നിങ്ങളതൊന്ന് അയൺ ചെയ്ത് നീറ്റാക്കി കൊടുക്കാനായിട്ട് ശ്രമിക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഒരു നല്ലൊരു അയൺ ബോക്സിലേക്ക് നിങ്ങൾക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ, നിങ്ങൾ സ്വീയിങ് ഒരു വരുമാന മാർഗമായി കാണുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലൊരു ഗ്രാവിറ്റി സ്റ്റീം അയണിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ല. അത് ഒരു റിഗ്രറ്റും നിങ്ങൾക്ക് അത് വാങ്ങിയത് കൊണ്ട് ഉണ്ടാവില്ല. ഭയങ്കര നല്ല അടിപൊളി ഇൻവെസ്റ്റ്മെൻറ്റാണ്. അത് നിങ്ങളുടെ ഫിനിഷിങ്ങിനെയും നിങ്ങളുടെ ഡ്രസ്സിൻ്റെ ക്വാളിറ്റീനെയും ഒക്കെ കൂട്ടുകയുള്ളൂ. പിന്നെ നിങ്ങൾക്ക് കുറേയും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ബ്രാൻഡ് ലേബൽ അല്ലെങ്കിൽ ക്ലോത്ത് ലേബലൊക്കെ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. അത് നിങ്ങൾക്ക് ചെയ്യാം. അതേപോലെ എന്ത് ചെയ്യാം, നമുക്ക് ചില സ്റ്റിച്ച് ചെയ്ത് കുഞ്ഞി കുഞ്ഞി കഷ്ണങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെറിയ ഗിഫ്റ്റായിട്ട് കുഞ്ഞി സ്ക്രഞ്ചീസോ എന്തെങ്കിലുമൊക്കെ കൊടുക്കാം. സ്നേഹസമ്മാനം പോലെ നമ്മൾ ഫ്രീ ഗിഫ്റ്റൊക്കെ വെക്കില്ലേ, അതുപോലെ നേരുണ്ടെങ്കിൽ കേട്ടോ ഒക്കെ വെക്കാം. അപ്പോൾ അതൊക്കെ നമ്മുടെ കസ്റ്റമർ റിലേഷൻഷിപ്പിനെ എൻഹാൻസ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ ഇത് നല്ലതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടില്ലെങ്കിലും അവർ അതിട്ടിട്ട് അവർ 10 പേരോട് അത് പറയും, ഇന്ന സ്ഥലത്താണ് സ്റ്റിച്ച് ചെയ്ത്, അവിടെ നല്ലതാണ്, അവിടെ കൊടുത്തോളൂ എന്ന്. ഇപ്പം ഞാൻ പട്ടുപാവാട തയ്ക്കണത് ഇഷ്ടമുള്ള കുറേ പേരുണ്ട് കേട്ടോ. എന്നോട് പ്രത്യേകം പറയാറുണ്ട്, കൃഷ്ണ തയ്ക്കുന്ന പട്ടുപാവാടയാണ് നമുക്കിഷ്ടം എന്നുള്ളത്. അതൊക്കെ കേൾക്കുമ്പോൾ ഒരു സുഖം തോന്നാറുണ്ട്. അപ്പോൾ ആ രീതിയിലേക്ക് ഞാൻ കുറേ കാര്യങ്ങൾ തെറ്റിക്കുകയും കുറേ കാര്യങ്ങൾ പഠിക്കുകയും അത് നമ്മൾ അറിവുള്ള ആൾക്കാരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കും. അങ്ങനെ കുറേ ലേൺ ചെയ്ത് ഇത്രയ്ക്കൊക്കെ ഞാൻ ആക്കിയെടുത്തിട്ടുണ്ട്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. എനിക്കറിയാത്ത ഇഷ്ടംപോലെ കാര്യങ്ങളുണ്ട്. പല പാറ്റേണും നമുക്കറിയില്ല. അപ്പോൾ ഡിസ്കസ് ചെയ്ത് നമുക്കൊരു പിയർ ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അവരായിട്ട് ഡിസ്കസ് ചെയ്ത്, ഞാനിപ്പോൾ എപ്പോഴും സൂര്യനെയായിട്ടും എൻ്റെ ഫ്രണ്ട് അനീഷ് ടീച്ചറിനായിട്ടും ഞാൻ ഈ പല ഡൗട്ടുകളും ഡിസ്കസ് ചെയ്തിട്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ ഡിസ്കസ് ചെയ്യുന്നതിലും ചോദിച്ചറിയുന്നതിലൊന്നും നമ്മളൊരു മടി വിചാരിക്കാതിരിക്കുക, അല്ലെങ്കിൽ അയ്യോ ഞാനിപ്പോൾ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കുറഞ്ഞു പോകുമോ, അങ്ങനെയൊന്നും വിചാരിക്കാതിരിക്കുക. എവിടെ നിന്നൊക്കെ നമുക്ക് ലേൺ ചെയ്യാൻ പറ്റുമോ, ഗ്രോ ചെയ്യാൻ പറ്റുമോ, ആ എല്ലാ പ്ലാറ്റ്ഫോമും എല്ലാ ആളുകളെയും ആയിട്ട് നമുക്ക് ആക്സസ് ഉണ്ടായിരിക്കുക. നമ്മൾ ഇതിൽ കൂടെ വേറൊരാൾക്കൊരു ദ്രോഹം ചെയ്യാത്തിടത്തോളം അതിലൊന്നും ഒരു പ്രശ്നമില്ല. നമ്മൾ നമ്മുടെ വർക്ക് നീറ്റായിട്ട് ചെയ്യുക, നന്നായിട്ട് പ്രസൻറ്റ് ചെയ്യുക. അതായത് ഇതിപ്പോൾ ഇന്നത്തെ കാലത്ത് ഇപ്പോൾ തുന്നിയാലും തയ്ച്ചാലൊന്നും മാത്രം പോരാ, 4 ഫോട്ടോ ഒക്കെ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ആക്കി ഇട്ടാലൊക്കെയാണ് അത് കുറേ പേർക്ക് അങ്ങനെയാണ്. നമ്മളെ തന്നെ PR ചെയ്യേണ്ടി വരും എന്ന് പറയില്ലേ, ആ ഒരു സിറ്റുവേഷൻ നമുക്കുണ്ട്. അപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളും നമ്മൾ നന്നായിട്ട് ചെയ്യാം. എല്ലാവരും ഇപ്പോൾ ചാനലിലുള്ള ആളുകളൊന്നും ആവണം എന്നില്ല. പക്ഷെ നമുക്ക് വാട്സപ്പിൽ ഒബിയസ്ലി നമുക്ക് സ്റ്റാറ്റസ് ഇടാം, ഇന്ന് ചെയ്ത വർക്ക്, ഏത് കുട്ടിക്ക് ചെയ്തത്, ഫ്രണ്ട്സിന് ചെയ്തത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ അതും നിങ്ങളതൊരു ബിസിനസ്സായിട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതിനെ വളർത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. നമ്മൾ പുറത്ത് ആരെങ്കിലും കാണുമ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്നതിനേക്കാൾ നമുക്ക് എളുപ്പമാണ്. നമ്മളൊരു സ്റ്റാറ്റസ് ഇട്ട് കഴിഞ്ഞാൽ കുറേ പേര് അത് കാണും. നമുക്ക് ആ രീതിയിൽ നിങ്ങൾ ചെയ്യുന്നുണ്ടല്ലേ, എന്നിട്ട് ചെയ്ത് തരാമോ എന്ന് ചോദിക്കാനുള്ളൊരു പോസിബിലിറ്റി അവിടെയുണ്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് എന്താ പറയുക, അത് ഗ്രോ ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയതിൻ്റെ ആദ്യത്തെ ഉദ്ദേശ്യം കൺവീനിയൻസ്, നേരത്തിന് കിട്ടാറില്ല. അപ്പോൾ അത് നേരത്തിന് കിട്ടണം. പിന്നെ നമുക്ക് അത്രയും പൈസ കയ്യിൽ നിന്ന് ഇറങ്ങാതിരിക്കുക എന്നുള്ളതും കൊണ്ടാണ്. നമുക്ക് അത്യാവശ്യം നല്ല പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ള സമയം ഒക്കെ തന്നെയായിരുന്നു. ഇപ്പോഴും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ ആ പൈസ പുറത്ത് കൊടുക്കാതെ നമുക്ക് സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിൻ്റെ പേരിലും തുടങ്ങിയിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ ഇന്ന് എനിക്ക് അതിൽ നിന്ന് ഒരു ഇൻകം കിട്ടുന്നുണ്ട്. എനിക്ക് എൻ്റെ വട്ടച്ചിലവിനുള്ള പൈസ എനിക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുന്നുണ്ട്. ഒരു ലൈഫ് സ്കില്ലാണ്. നമ്മൾ കുക്കിംഗ് പഠിക്കുന്ന പോലെ, സ്വിമ്മിങ് പഠിക്കുന്ന പോലെ സ്റ്റിച്ചിങ് പഠിക്കുന്നത് ഒരു ലൈഫ് സ്കില്ലാണ്. ഒരിക്കലും ഒരു നഷ്ടം ഒരു തുണി തയ്ക്കാൻ അറിയാം എന്ന് പറയുന്നത് കൊണ്ട് ഉണ്ടാവില്ല.
എപ്പോഴും ചെറിയ ഓൾട്രേഷൻസും നമുക്കറിയാം ഓൾട്രേഷന് ചാർജ് ഉണ്ട്. ഞാനും ചാർജ് മേടിക്കുന്നതാണ്. അതിപ്പോൾ നമുക്ക് വീട്ടിലൊരു സിംഗിൾ മെഷീൻ ഉണ്ട്, അല്ലെങ്കിൽ ഒരു ടേബിൾ ടോപ്പ് മെഷീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നിസ്സാരമായിട്ടുള്ള പില്ലോ കവേഴ്സ് ഓൾട്രേഷൻസ് ഒക്കെ നമുക്ക് തന്നെ ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഏരിയയിൽ എന്തെങ്കിലും ഒരു ഇൻട്രസ്റ്റ് ഉണ്ട്, ചെറിയൊരു ഇൻക്ലിനേഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ പോലും നിങ്ങൾ ഉറപ്പായിട്ടും ട്രൈ ചെയ്യുക, ലേൺ ചെയ്യുക. യൂട്യൂബിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിലേക്ക് ചെറിയ ചെറിയ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്യുക. നിങ്ങളൊരു അത്യാവശ്യം നന്നായിട്ട് പഠിച്ചിട്ടുള്ള ആളാണ്, പക്ഷേ നിങ്ങൾക്കിപ്പോൾ വീട്ടിലിരിക്കേണ്ട ഒരു സാഹചര്യമുണ്ട്, പുറത്ത് ജോലിക്ക് പോകാനായിട്ട് പറ്റില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു എന്താ പറയുക, ചെറിയൊരു ഇൻകം ഉണ്ടാക്കി തരാനായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഞാനിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആണ്, പക്ഷേ എനിക്ക് ജോലിക്ക് പോകാൻ പറ്റാതിരുന്ന ഒരു സാഹചര്യത്തിൽ സ്റ്റിൽ ഞാൻ ജോലിക്ക് പോകണില്ല. പിന്നെ ഇതെനിക്ക് ഇഷ്ടമാണ്. അപ്പോൾ എൻ്റെ ചെറിയ ആവശ്യങ്ങൾക്കുള്ള ക്യാഷ് ഉണ്ടാക്കി തരാനായിട്ട് എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സ്വീയിങ്, ഡിസൈനിങ്, ഹാൻഡ് എംബ്രോയ്ഡറി കാര്യങ്ങളൊക്കെ. അപ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഇഷ്ടം ഉണ്ടെങ്കിൽ അതിലേക്ക് ടൈം ഇൻവെസ്റ്റ് ചെയ്യണത് ഒരു നഷ്ടമാവില്ല എന്നാണ് ഞാൻ പറഞ്ഞു തരുന്നത് കേട്ടോ. അപ്പോൾ എല്ലാവരും ലേൺ ചെയ്യുക, ഏൺ ചെയ്യുക.